സോറി, വളരെ കുടിക്കുമ്പോഴാണ് നിങ്ങൾ അതെല്ലാം ഞാൻ ചൂണ്ടിക്കാണ്. നിങ്ങൾ ഡിബേറ്റ് നിങ്ങൾ ഒരു വെറും ഗൂഗിളിൽ കയറിയാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. CAA ഡിബേറ്റ് തരൂർ കോൺഗ്രസ് ചോദിച്ചാൽ നിങ്ങൾ എല്ലാം കിട്ടും, യൂട്യൂബും കിട്ടും, ആർട്ടിക്കളും കിട്ടും. ഇതാണ് സത്യം. അതാണ് ഞാൻ ചോദിച്ചത് ഇവരോട്, ആരാണ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ഒരു ഹോംവർക്ക് ചെയ്യാൻ ആളില്ലേ? സത്യം പറയുകയാണെങ്കിൽ ഒരു കുറച്ചൊരു എലിമെന്ററി റിസർച്ച് ചെയ്തിട്ടല്ലേ സംസാരിക്കേണ്ടത്? നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ നമ്മളെല്ലാം ആ സ്ഥാനത്തിന് ബഹുമാനിക്കേണ്ടത്. ഞങ്ങളുടെ ഏത് MP ആണ് BJPക്ക് പോയിരിക്കുന്നത് ഈ 10 വർഷക്കാലം ചൂണ്ടിക്കാണിക്കും? പാർലമെന്റിന്റെ ഒരു മലയാളി MP സ്ഥലം വിട്ടിട്ടുണ്ട് ഇതുവരെ. ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത ഈ ലെഫ്റ്റുകാർക്ക് വേറെ വേലയില്ലെന്ന് പറഞ്ഞ് എനിക്ക് ദുഃഖം തോന്നുന്നു. കാരണം പറയണതൊക്കെ ഇന്നാളെ മുഖ്യമന്ത്രി പറഞ്ഞു CAAയിൽ കോൺഗ്രസ് ഒരു ശബ്ദം ഉയർത്തിയില്ല. ഞാനാണ് ആദ്യം ആ ബില്ലിന്റെ ഇൻട്രൊഡക്ഷനെ ഒപ്പോസ് ചെയ്തത്. അതെൻ്റെ ഒരു അവകാശമായി ഞാൻ അതിന് എഴുത്തെഴുതി കൊടുത്തത്. ഞാൻ സംസാരിച്ച് ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ലംഘനമാണ് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഡിബേറ്റ് വന്നപ്പോൾ ഞാനാണ് തർക്കിച്ച്. അത് കഴിഞ്ഞിട്ട് അമിത്ഷാ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു തർക്കം നടത്തി. ഇതെല്ലാം സംഭവിച്ച ശേഷം കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടായിരുന്നില്ല, അവരുടെ അധ്യക്ഷൻ്റെ ഒപ്പം ലഞ്ച് കഴിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ ആരാണ് ഇതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്? ഇതിൻ്റെ തെളിവൊക്കെ യൂട്യൂബിലുണ്ട്, പോയി കാണട്ടെ. ഇതാണ് ഈ ലെഫ്റ്റുകാർ ശരിക്കും ഞാൻ പറയട്ടെ, ഈ കാര്യത്തിലൊക്കെ അനാവശ്യമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ചുരുക്കുമ്പോൾ അത് ഒരൊറ്റ പാർട്ടിക്ക് ഗുണം ചെയ്യുള്ളൂ, അത് BJPക്ക് മാത്രമാണ്. അത് നിങ്ങൾക്കറിയണം. ലെഫ്റ്റുകാർക്ക് അറിയാം അവർക്ക് ഡൽഹിയിൽ എത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനില്ല. നമ്മൾക്ക് മോദി സർക്കാരിൻ്റെ ആദ്യത്തെ ടേമിൽ എത്ര ലെഫ്റ്റ് MP മാരുന്നത് 5 or 6 ഉണ്ടായിരുന്നു. അവർ എന്താ ചെയ്ത്, എന്ത് എഫക്റ്റ് ഉണ്ടായിരുന്നു, ആരാ അവർ അഭിപ്രായം കേട്ടത്, ഏതായിരുന്നു അവർ പ്രഭാഷണങ്ങൾ, പ്രധാനപ്പെട്ട പ്രഭാഷണം? നിങ്ങളെന്നെ നോക്കിക്കോളൂ. ഇത് എന്നോട് ചോദിക്കാൻ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു അസസ്മെൻറ്റ്, ഒരു വിലയിരുത്തൽ നടത്തിക്കൂടെ? നിങ്ങളിത് ചെയ്യുന്നില്ല. അവർ പറഞ്ഞ വാക്കുകളിലേക്ക് കേട്ട് നടന്നാൽ അവരെ ഡൽഹിക്ക് അയക്കുന്നത് വെറും ഒരു വേസ്റ്റാണെന്ന് ഞാൻ മര്യാദയോട് പറയുന്നു. അവർക്ക് ഇവിടെ ഞങ്ങളെതിരെ മത്സരിക്കാൻ പൂർണ്ണ അവകാശമുണ്ട്, ഞങ്ങൾക്ക് അവരെതിരെ മത്സരിക്കാൻ സാധിക്കും. പക്ഷേ ഡൽഹിയിലൊരു ദേശീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുമ്പോൾ മോദി സർക്കാരിന് എതിരെ ധൈര്യത്തോടെ നമ്മളെ ഓരോരോ വിഷയത്തിൽ നമ്മൾ മോദി സർക്കാരിനെ എതിരിക്കുമ്പോൾ, മോദി സർക്കാരിന് എതിരായി സംസാരിക്കുന്ന LDF സർക്കാർ എന്തിനാണ് ഞങ്ങളെതിരെക്കുറിച്ച് നുണ പറയണം? ശരി, അവർക്ക് അവർ കഴിവിനെക്കുറിച്ച് സംസാരിച്ചോട്ടെ, അതൊരു വിരോധവുമില്ല. സോറി, വളരെ കുടിക്കുമ്പോഴാണ് നിങ്ങൾ അതെല്ലാം ഞാൻ ചൂണ്ടിക്കാണ്. നിങ്ങൾ ഡിബേറ്റ് നിങ്ങൾ ഒരു വെറും ഗൂഗിളിൽ കയറിയാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. CAA ഡിബേറ്റ് തരൂർ കോൺഗ്രസ് ചോദിച്ചാൽ നിങ്ങൾ എല്ലാം കിട്ടും, യൂട്യൂബും കിട്ടും, ആർട്ടിക്കളും കിട്ടും. ഇതാണ് സത്യം. അതാണ് ഞാൻ ചോദിച്ചത് ഇവരോട്, ആരാണ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ഒരു ഹോംവർക്ക് ചെയ്യാൻ ആളില്ലേ? സത്യം പറയുകയാണെങ്കിൽ ഒരു കുറച്ചൊരു എലിമെന്ററി റിസർച്ച് ചെയ്തിട്ടല്ലേ സംസാരിക്കേണ്ടത്? നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ നമ്മളെല്ലാം ആ സ്ഥാനത്തിന് ബഹുമാനിക്കേണ്ടത്. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടും.